VS-നെതിരായ ആദ്യ താക്കീത് 1965. അന്ന് ചൈനീസ് ചാരന്മാരെന്ന് മുദ്രകുത്തി CPIM നേതാക്കളെയെല്ലാം ജയിലിലിട്ടു. VS തിരുവനന്തപുരത്ത് ജയിലിലായിരുന്നു. അന്ന് പാകിസ്ഥാനുമായുള്ള യുദ്ധം മുറുകിയപ്പോൾ സൈനികർക്കായി VS രക്തം നൽകി. ഈ വാർത്ത ദേശാഭിമാനിയിൽ വന്നതോടെ കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്ന MV രാഘവനും EK നായനാരും ഇടഞ്ഞു. ജയിൽ കമ്മിറ്റി കൂടി VS-ന്റെ നിലപാട് തള്ളി എന്നാണ് ആത്മകഥയിൽ MVR എഴുതുന്നത്. അത് വിയോജിപ്പുകളുടെ തുടക്കമായിരുന്നു. 1988 പാർട്ടി നിലപാടിന് വിരുദ്ധമായി അതിരപ്പള്ളി പദ്ധതിയെ എതിർത്തതിന് പരസ്യ താക്കീത്. 98 വിഭാഗീയതയെ പിന്തുണച്ചതിന് പരസ്യ താക്കീത്. 2007 പിണറായിക്കൊപ്പം PB-യിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. 2009 അച്ചടക്ക ലംഘനത്തിന് PB-യിൽ നിന്ന് പുറത്ത്. 2011 ലോട്ടറി കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതിന് പരസ്യ താക്കീത്. 2012 TP ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് ഒഞ്ചിയത്തെ TPയുടെ വസതി സന്ദർശിച്ചതിന് പരസ്യ ശാസന. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമായിരുന്നു ഇത്. അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് കണ്ടെത്തൽ. 2012 കൂടംകുളം നിലപാടിന് പരസ്യ ശാസന നേരിട്ടു VS. 2013 അച്ചടക്ക ലംഘനത്തിന് പരസ്യ ശാസനയും വിലക്കും. 2017 അച്ചടക്ക ലംഘനത്തിന് കേന്ദ്ര കമ്മിറ്റിയുടെ പരസ്യ താക്കീത്. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന കാലം മുഴുവൻ പാർട്ടിയിൽ തിരുത്തൽ പക്ഷത്തായിരുന്നു VS. ഇത്രയേറെ നടപടികളുണ്ടായിട്ടും VS-നെ തള്ളാൻ പാർട്ടിക്കോ പാർട്ടിയെ തള്ളാൻ VS-നോ കഴിയുമായിരുന്നില്ല. അത്ര രൂഢമൂലമായിരുന്നു ആ ബന്ധം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.